മെയ് മാസത്തിൽ കേരള ബോക്സ് ഓഫീസിൽ റിലീസുകളുടെ ഒരു വൻ പൂരത്തിനാണ് അരങ്ങൊരുങ്ങുന്നത്. പാൻ ഇന്ത്യൻ ബിഗ് ബജറ്റ് ചിത്രങ്ങൾ മുതൽ യുവതാരങ്ങളുള്ള സിനിമകൾ വരെ അടുത്ത മാസം തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട്. മലയാള സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ മാസത്തെ പ്രധാന റിലീസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മലയാളത്തിന്റെ സൂപ്പർ താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും വർഷങ്ങൾക്ക് ശേഷം സ്ക്രീനിൽ ഒന്നിക്കുന്ന ചിത്രമാണ് പേട്രിയറ്റ്. മെയ് 1-നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഈ ബിഗ് ബജറ്റ് ചിത്രത്തിൽ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര എന്നിങ്ങനെ വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. സ്പൈ ആക്ഷൻ ത്രില്ലറാകും സിനിമ എന്നാണ് സൂചന. മെയ് 8-ന് മലയാളത്തിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ ഷെയ്ൻ നിഗം വീണ്ടും പോലീസ് വേഷത്തിൽ എത്തുന്ന ചിത്രമായ ദൃഢം തിയേറ്ററുകളിൽ എത്തും. നവാഗതനായ മാർട്ടിൻ ജോസഫാണ് ചിത്രത്തിന്റെ സംവിധാനം. E4 എക്സ്പെരിമെന്റ്സ്, ജീത്തു ജോസഫ് എന്നിവർ ചേർന്നാണ് ചിത്രം പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. മുകേഷ് ആർ മെഹ്ത്ത, CV സാരഥി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം ഒരുക്കിയിരിക്കുന്നത് ജോമോൻ ജോൺ, ലിൻഡോ ദേവസ്യ എന്നിവർ ചേർന്നാണ്. മെയ് 14-ന് ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ എന്നിവർ ഒന്നിക്കുന്ന പക്ക മാസ് എന്റർടൈനർ അതിരടി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തും. അരുൺ അനിരുദ്ധനാണ് ചിത്രത്തിന്റെ സംവിധാനം. ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ബേസിൽ ജോസഫും ഡോക്ടർ അനന്തു എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അനന്തു എസും ചേർന്നാണ് അതിരടിയുടെ നിർമ്മാണം. സർവം മായ എന്ന നിവിൻ പോളി ചിത്രത്തിലൂടെ ശ്രദ്ധേയമായ റിയ ഷിബുവും ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നു. അതിരടിക്കൊപ്പം തന്നെ മെയ് 14-ന് എത്തുന്ന മറ്റൊരു ചിത്രമാണ് മോളിവുഡ് ടൈംസ്. നസ്ലിൻ, സംഗീത് പ്രതാപ്, ഷറഫുദ്ദീൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രം. മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ് എന്ന ചിത്രത്തിന് ശേഷം അഭിനന്ദ് സുന്ദർ നായകാണ് സംവിധാനം ചെയ്യുന്നത്. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ ആണ് മോളിവുഡ് ടൈംസ് നിർമ്മിക്കുന്നത്. രാമു സുനിലാണ് സിനിമയുടെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. വിശ്വജിത്ത് ഒടുക്കത്തിലാണ് ഛായാഗ്രഹണം. സൂര്യ ആരാധകർ ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന ചിത്രമാണ് കറുപ്പ്. RJ ബാലാജി സംവിധാനം ചെയ്യുന്ന ചിത്രം മെയ് 14-ലാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. 2 പതിറ്റാണ്ടിനു ശേഷം സൂര്യയും തൃശയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണിത്. വൈറൽ ഹിറ്റുകളിലെ ശ്രദ്ധേയനായ യുവ സംഗീത സംവിധായകൻ സായി അഭ്യങ്കറാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത്. ഇന്ദ്രൻസ്, നാട്ടി, സ്വാസിക, അനഘ മായ രവി, ശിവദ, സുപ്രീത് റെഡ്ഡി, മൻസൂർ അലി ഖാൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. മെയ് 21-ന് സിനിമാ ലോകം ഏറ്റവും ആവേശത്തോടെ കാത്തിരിക്കുന്ന ജോർജ് കുട്ടി കുടുംബം മടങ്ങിയെത്തുന്നു. ജീത്തു ജോസഫ് മോഹൻലാൽ കോംബോയിൽ എത്തുന്ന ദൃശ്യം 3 ആദ്യ ഭാഗം പോലെ ഇമോഷണൽ ത്രില്ലർ ആയിരിക്കും എന്നാണ് സൂചന. ജോർജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും കഥ പറയുന്ന ദൃശ്യം 3 ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മിക്കുന്നത്. റിലീസിന് മുമ്പ് തന്നെ 350 കോടി രൂപ പ്രീ ബിസിനസ് നേടിയ പ്രാദേശിക ഭാഷാ ചിത്രമെന്ന ഖ്യാതിയോടെയാണ് ദൃശ്യം 3 തിയേറ്ററിലേക്ക് എത്തുന്നത്. ദൃശ്യം ഹിന്ദി പതിപ്പുള്ള നിർമ്മാതാക്കളായ പനോരമ സ്റ്റുഡിയോസ് ആണ് സിനിമയുടെ ആഗോള തിയേറ്ററിക്കൽ ഓവർസീസ് ഡിജിറ്റൽ അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ജോജു ജോർജിനെ നായകനാക്കി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ചിത്രമാണ് വരവ്. ഒരു ടീ എസ്റ്റേറ്റ് പ്ലാന്ററുടെ ഒറ്റയാൾ പോരാട്ടത്തിന്റെ സാഹസിക കഥയാണ് ചിത്രം പറയുന്നത്. ഗെയിം ഓഫ് സർവൈവൽ എന്ന ടാഗ് ലൈനോടുകൂടി എത്തുന്ന ചിത്രം ഒരു മാസ് ആക്ഷൻ ത്രില്ലറാണെന്ന സൂചനയാണ് ടീസർ നൽകുന്നത്. AK സജനാണ് ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത്. ഓൾഗ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നൈസി റെജിയാണ് നിർമ്മാണം. ജോജുവിനൊപ്പം വാണി വിശ്വനാഥും ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ആന്റണി വർഗീസ് പെപ്പെ, തുഷാര കൃഷ്ണൻ, സുനിൽ കബീർ സിംഗ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കാട്ടാളൻ. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് ആണ് നിർമ്മാണം. സിനിമയുടെ രചന നിർവഹിക്കുന്നത് പോൾ ജോർജ്, ജോബി വർഗീസ്, ജെറ ജേക്കബ് എന്നിവരാണ്. സംഭാഷണം ഒരുക്കുന്നത് ബിഗ് ബി, ചാപ്പാക്കുരിശ്, മുന്നറിയിപ്പ്, ചാർലി തുടങ്ങിയ സിനിമകളുടെ ശ്രദ്ധേയനായ എഴുത്തുകാരൻ ഉണ്ണി R ആണ്. എഡിറ്റിംഗ് നിർവഹിക്കുന്നത് മലയാളത്തിലെ ശ്രദ്ധേയനായ എഡിറ്റർ ഷമീർ മുഹമ്മദും. ഇങ്ങനെ വമ്പൻ റിലീസുകൾ കൊണ്ട് സമ്പന്നമായ ഒരു മാസമാണ് സിനിമാ പ്രേമികളെ കാത്തിരിക്കുന്നത്. സൂപ്പർ താരങ്ങളുടെ പോരാട്ടവും യുവതാരങ്ങളുടെ ആവേശവും ബോക്സ് ഓഫീസിൽ പുതിയ റെക്കോർഡുകൾ കുറിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.